ഹലോ, നമസ്കാരം. ജിതിനുണ്ണിക്കുളം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനെന്നും തീർച്ചയായും ഡയറക്ടർ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുമ്പ് കുറേ വീഡിയോസ് ഡയറക്ടർ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഡയറക്ടർ സെല്ലിങ്ങിൻ്റെ സ്കോപ്പ്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഞാൻ നിലവിൽ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും മറ്റുള്ള വീഡിയോസുകൾ കാണുക. ഒപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും ഡയറക്ടർ സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അത് എന്താണ് കാരണം എന്ന് നിങ്ങൾക്കറിയാവോ? കുറേ ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അത് ഞങ്ങൾ തന്നെയാണ് അതിന് കാരണം എന്നുള്ളത്. തീർച്ചയായും അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു കൺസെപ്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ, ഒരു കമ്പനിയിലെ നിലവിൽ ഒരു കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഈ ഒരു ഡയറക്ടർ സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പൊതുവേ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അതുപോലെ തന്നെ ഒരു ബോസ് ഇല്ല, അതുപോലെ തന്നെ നമുക്കൊരു കൃത്യമായ സമയമില്ല, ഒരു ടാർഗറ്റ് ഇല്ല. ഇങ്ങനെ കുറേ കാരണങ്ങളാണ് നമ്മൾ പരാജയപ്പെടാൻ ഉള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു കാരണം തന്നെയാണ്. പക്ഷേ അതിനേക്കാളപ്പുറത്തുള്ള കുറച്ച് കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയും അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷയിലാണ് വരുന്നത്. അമിതമായിട്ടുള്ളൊരു പ്രതീക്ഷയിൽ ഒരു എക്സ്പെക്റ്റേഷൻ കൂടുതലാണല്ലേ. കാരണം ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ അങ്ങ് ചെയ്യാം, വലിയ അച്ചീവ്മെൻറ്റ്സുകൾ നേടാം, മറ്റുള്ളവരൊക്കെ നേടിയതുപോലെ എനിക്കും കോടികൾ ഉണ്ടാക്കാം എന്നൊക്കെയുള്ളൊരു അമിതമായിട്ടുള്ള പ്രതീക്ഷയിലാണ് ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത്. പക്ഷേ ആ അമിതമായിട്ടുള്ള പ്രതീക്ഷയിൽ വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും അമിതമായിട്ടുള്ള പ്രതീക്ഷ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പരാജയം മാത്രമേ സംഭവിക്കൂ അല്ലേ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും, നമ്മൾ ക്വിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് എനിക്ക് വലിയ അച്ചീവ്മെൻറ്റ്സുകൾ ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിൽ വരുമ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റ്സുകൾ പെട്ടെന്ന് ഇവിടെ നിന്ന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു വഴി അവിടെ തെളിയുന്നു. അപ്പോൾ പോയിന്റ് നമ്പർ 1 ഇതാണ്. അമിതമായിട്ടുള്ള പ്രതീക്ഷയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിർത്തിപ്പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, എന്ത് കാര്യത്തിനും നമുക്ക് ഭയമാണ്. ഒരു ഒരു ഫോണിലൂടെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ, ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അതിനൊക്കെ നമുക്ക് ഭയമാണ്. ഒരു 4 ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും നമുക്ക് ഭയമാണ്. നിങ്ങളോട് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനാണെങ്കിൽ ശരി, ഞാൻ മുമ്പ് ഇതേപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എനിക്ക് ഇതേപോലെ തന്നെ 4 ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസായിരുന്നു. പക്ഷേ ഞാനത് മാറ്റാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ആ ഒരു ലെവലിലേക്ക് ഉയരാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും, അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നല്ല, ഏത് ഇൻഡസ്ട്രി നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ സക്സസ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഭയം മാറ്റിവെക്കുക. നിങ്ങൾ എന്തിനാണോ ഭയക്കുന്നത് ആ ഭയത്തെ മനഃപൂർവ്വം നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പം നിങ്ങളൊരു ഓഡിയൻസിന് മുന്നിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടി അത് ഏറ്റെടുക്കുക. ഒരു 5 മിനിറ്റ് നേരമേ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഭയം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ചിലപ്പോൾ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിനുശേഷം അങ്ങോട്ട് എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ പോകും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഉറങ്ങിക്കിടന്ന നിങ്ങളുടെ കഴിവുകൾ എന്ത് ചെയ്യുന്നു, അത് പുറത്തേക്ക് വരുന്നു. അപ്പം നിങ്ങളുടെ ഭയം എല്ലാം അവിടെ മാറിപ്പോകുന്നു. അപ്പോൾ പോയിന്റ് നമ്പർ 2 ഇതാണ്. നിങ്ങളുടെ ഭയമാണ് നിങ്ങളെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലായാലും മറ്റുള്ള മേഖലകളിലായാലും നിങ്ങളെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഒരു മുഖ്യ ശത്രു എന്ന് പറയുന്നത്. അപ്പോൾ അത് മറക്കരുത്.
മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റാണ്. കാരണം നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ഒരു പക്ഷേ ഒന്നുമില്ലാതെ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ലെവലൊക്കെ ആയിരിക്കാം ജീവിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമുക്കൊരിക്കലും കോടികൾ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഒരു ബിസിനസ് മാഗ്നറ്റായിട്ട് മാറാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചിന്താഗതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്തായി, നമുക്കൊരു മാറി ചിന്തിക്കാനുള്ളൊരു അവസരം കിട്ടിയാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് നിന്നില്ല, പ്രയത്നിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഏത് കമ്പനി ആയാലും ആ ഒരു കമ്പനിയിലൊക്കെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ അതിനനുസരിച്ചിട്ട് രൂപപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചുരുക്കി 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 കൊണ്ടുവരികയാണ് ചെയ്യുക. അതൊന്ന് വികസിപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ മാസം കിട്ടുന്ന ഒരു പ്ലാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ 10 ലക്ഷം കിട്ടും എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. മനഃപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റൂ. നാലാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അമിതമായ പ്രതീക്ഷയും അതുപോലെ തന്നെ ഭയവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, മൈൻഡ് സെറ്റും നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിലും നാലാമത് ചെയ്യേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം, അല്ലേ? നമ്മൾ വളരെ എനർജറ്റിക്കായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും. ആക്ഷൻ ഇല്ലാതെ ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശക്തമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. പിന്നെ വരുന്ന അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം നിങ്ങൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന കമ്പനി അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. കാരണം നാളെ കമ്പനി ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ കമ്പനി ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണോ കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. എങ്ങനെ ഒരു നല്ലൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ചൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നിലവിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. നിങ്ങളത് ഒന്ന് കാണുക. കാരണം നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ നല്ലൊരു കമ്പനി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകം. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ കമ്പനിയിലെ നിങ്ങൾ ഏത് ഓർഗനൈസേഷനിലാണോ നിങ്ങൾ വരുന്നത്, ആ ഓർഗനൈസേഷൻ മോശമാണെങ്കിലും നിങ്ങൾ പരാജയപ്പെടും. അപ്പോൾ അഞ്ചാമത്തെ പോയിൻ്റായിട്ട് വരുന്ന ഏതാ, പ്രധാനപ്പെട്ട ഒന്ന്, കമ്പനി നല്ലതായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ നല്ലതായിരിക്കണം. ഈ 2 കാര്യങ്ങൾ മോശമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ പരാജയപ്പെടും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ആറാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇതിനെല്ലാം നിങ്ങൾക്ക് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ശക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് വേണം. ആ ഒരു ട്രെയിനിങ് സിസ്റ്റം ഇല്ലെങ്കിലും തീർച്ചയായും നിങ്ങൾ പരാജയപ്പെടും. കാരണം നിങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ച മേഖല വേറെ പല മേഖലകളായിരിക്കാം. അവിടെ ഒരു പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു പുതിയ വ്യക്തിയാണ്. അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഇതിനെക്കുറിച്ച് വലിയ അറിവുകൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തായി, മുറിവ് വൈദ്യനാളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ള അറിവുകൾ വെച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പരാജയം സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ കമ്പനിയിൽ ശക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് സംവിധാനം ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ പരാജയം നേരിടേണ്ടി വരും. ഇനി കമ്പനി നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് ട്രെയിനിങ്ങുകൾ ഒരു പക്ഷേ പുറത്തുണ്ടാവാം. അതിൽ നല്ല ട്രെയിനിങ്ങുകൾ മാത്രം നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ യാതൊരു പരിചയമില്ലാത്ത പല ആളുകളും യൂട്യൂബിലൊക്കെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞ് വീഡിയോസ് ഇടുമ്പോൾ അതൊക്കെ തീർച്ചയായും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസൊക്കെ പോയി കണ്ടിട്ട് പണി മേടിക്കാൻ പാടില്ല. അതേസമയം അതാത് ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും
വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഈ ഒരു 6 പോയിന്റ് നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഒരു 6 പോയിന്റ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഒരു പരാജയം സംഭവിക്കില്ല. അപ്പോൾ അതിനൊപ്പം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അതുകൊണ്ട് മറ്റുള്ള വീഡിയോസുകളും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്കും മറ്റുള്ള ആളുകളുടെ അടുത്തേക്കും ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ തൽക്കാലം